പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം കുറച്ചുകൂടിയൊക്കെ തീക്ഷ്ണതയോടുകൂടെ വേണം ഇതൊന്ന് ഏറ്റുപറയാൻ. ഇന്ന് ദിവ്യകാരുണ്യ തിരുനാളാണ്. ജീവനോടുകൂടെ എഴുന്നള്ളിയിരിക്കുന്ന എൻ്റെ കർത്താവിനെ നോക്കി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തന്നെ നമുക്കായി നൽകാൻ മനസ്സായ അവിടുത്തെ വലിയ സ്നേഹത്തിന് മുൻപിൽ ജീവിതം സമർപ്പിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിൽ പലരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം പോലും ഈ ദിവ്യകാരുണ്യമാണെന്ന് നമുക്കറിയാവുന്നതാണ്. ഞാൻ ഈ ലോകത്തിൻ്റെ ജീവനാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നൊക്കെ കർത്താവ് പറയുന്നത് അക്ഷരം പ്രതി അനുഭവിച്ചിട്ടുള്ള മനുഷ്യരാണ് നമ്മൾ. എത്രമാത്രം പ്രതിസന്ധികൾ, എത്രമാത്രം പ്രയാസങ്ങൾ, ജീവനൊടുക്കാനും മാത്രമുള്ള തളർച്ചകൾ ആ സമയത്തൊക്കെ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്നിരുന്നൊരിത്തിരി നേരം സ്വസ്ഥമായിട്ടിരുന്നതിൻ്റെ പേരിൽ മാത്രം നമുക്ക് ശക്തി കിട്ടിയിട്ടുണ്ടല്ലോ. ആ ഒരു ബലത്തോടുകൂടെ ഇന്ന് പലരും ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ജീവനോടുകൂടെ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഈ ദിവ്യകാരുണ്യം തന്നെയാണ്. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ഏലിയ പ്രവാചകൻ ജസബൽ രാജ്ഞിയെ ഭയന്ന് ഇങ്ങനെ ഓട്ടത്തിലാണ്, ഒളിച്ചോടുന്ന സമയം, തളർന്നു കിടന്നുറങ്ങിപ്പോകുന്ന ഒറ്റ ദിവസം കൊണ്ട് വലിയ തളർച്ചയിലേക്ക് പോകുന്നുണ്ട് ഈ മനുഷ്യൻ. അത്രയ്ക്ക് പാച്ചിലായിരുന്നു, അത്രയ്ക്ക് സ്പീഡിലാണ് ഓട്ടം. അവസാനം ഒരു മലടി വാരത്തിൽ കിടക്കുന്ന നേരത്ത് മാലാഖ വന്നിട്ട് തട്ടി ഉണർത്തിയിട്ട് പറയുന്നുണ്ട്, ദൈവദൂതൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്, എഴുന്നേറ്റ് കുടിക്കുക, ഭക്ഷിക്കുക, മുന്നോട്ടുള്ള വഴി ദുഷ്കരമാണ്. വചനം പറയും, അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അപ്പം ചുട്ടുവെച്ചിരിക്കുന്നതും വെള്ളം വെച്ചിരിക്കുന്നതും കാണുന്നു. അതെടുത്ത് കുടിക്കുന്നു, അതെടുത്ത് ഭക്ഷിക്കുന്നു. അതിൻ്റെ ബലത്തിൽ 40 രാവും 40 പകലും നടന്ന് ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. പരിശുദ്ധ ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ബലപ്പെടുത്തുന്നുണ്ടെന്ന്, ശക്തി തരുന്നുണ്ടെന്ന്, ജീവൻ നൽകുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന തിരുവചനമാണ്. ഒറ്റ ദിവസം കൊണ്ട് തളർന്നു പോയൊരാൾ ഈ അപ്പവും വെള്ളവും കഴിക്കുന്നതോടുകൂടെ 40 രാവും 40 പകലും കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. മക്കളോടൊക്കെ ഈ പരിശുദ്ധ കുർബാന ഇത്രയും പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ കാരണം അതാണ്. കുടുംബത്തിൽ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പരിശുദ്ധ കുർബാന നമുക്ക് തരുന്ന വലിയൊരു പാഠം അത് സ്നേഹത്തിൻ്റെതാണ്. എങ്ങനെ സ്നേഹിക്കണമെന്നുള്ളത്. ഇത്രമാത്രം മനുഷ്യൻ്റെ പ്രയാസങ്ങളിലേക്ക് ഇറങ്ങി വന്ന, മനുഷ്യൻ്റെ തളർച്ചകളിലേക്ക് ഇറങ്ങി വന്ന ജീവനുള്ളൊരു ദൈവം നമ്മളോട് പറയണത് കൂടെയുള്ളവരുടെ ജീവിതത്തിലേക്ക് ബലവും സ്നേഹവും കരുത്തും കരുതലും കൊടുത്തുകൊണ്ട് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരാതി പറയാത്ത, കണക്ക് പറച്ചിലുകളില്ലാത്ത സ്നേഹമായിട്ടൊരു ദൈവം ഇറങ്ങി വരുന്നതിൻ്റെ ഓർമ്മയാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, താൻ ഒറ്റയ്ക്കൊടുക്കപ്പെടാനിരുന്നതിൻ്റെ തലേ രാത്രിയിൽ ശരിക്കും അത് തന്നെ എഴുതി വച്ചിരിക്കണേ. പിറ്റേ ദിവസം താൻ ഒറ്റയ്ക്കൊടുക്കപ്പെടുമെന്നറിയാം, തന്നെ ഒരാൾ തള്ളിപ്പറയുമെന്നറിയാം, ഇവരാരും കൂടെ നിൽക്കാതെ തന്നെ മരണത്തിന് വിട്ടിട്ട് ഒറ്റയ്ക്കാക്കിയിട്ട് ഓടിപ്പോകുമെന്നറിയാം. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം ശരീരം മുറിച്ച് കൊടുത്തിട്ട് പറയണത്, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക, നിങ്ങളെടുത്ത് കുടിക്കുക. ഒരു പരാതിയില്ല, ഒരു കണക്ക് പറച്ചിലുമില്ല. ഈ ഒരു സ്നേഹം നമ്മൾ വേറെ ഒരിടത്തും കാണില്ല. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിൽക്കുമ്പോൾ, അതിൻ്റെ പ്രാക്ടിക്കൽ സെഷനായ ഈ തിരുക്കുരിശിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് അറിയാതെ കരച്ചിൽ വരണത്. മനുഷ്യൻ്റെ വല്ലാത്ത ബലഹീനതകളിലേക്ക്, അവൻ്റെ കപടതകളിലേക്ക്, കൂടെയുള്ളവരുടെ സ്നേഹക്കുറവുകളിലേക്ക്, അവരുടെ തളർച്ചകളിലേക്ക്, വേദനകളിലേക്ക് ഇങ്ങനെ സ്വയം സ്നേഹമായി കടന്നു ചെല്ലാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുമായ ഒരു ദിവ്യകാരുണ്യ തിരുനാൾ കൂടെ. കർത്താവെ, നിന്നെപ്പോലെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. കാരണം ഞങ്ങൾ നിന്നെ സ്വീകരിക്കുന്നവരാ. കർത്താവിനെ സ്വീകരിക്കുന്ന മനുഷ്യർ കുടുംബത്തിലെങ്കിലും പരസ്പരമുള്ള ആ സ്നേഹം കാണിച്ചു തുടങ്ങണ്ടേ. ദൈവം എനിക്ക് വേണ്ടി സ്വയം പകുത്തെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഇത്തിരി സമയം പകുത്തു കൊടുക്കാൻ, ഇത്തിരി ആരോഗ്യം പകുത്തു കൊടുക്കാൻ എനിക്ക് കണക്ക് പറയണോ? എനിക്ക് പരാതിപ്പെടണോ? കർത്താവെ, അങ്ങയുടെ സ്നേഹം ഞങ്ങളെ വിശുദ്ധീകരിക്കട്ടെ.
ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്ന, പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്ന ഞങ്ങളിലേക്ക് ആ സ്വർഗത്തിൻ്റെ വിശുദ്ധമായ സ്നേഹം അതേപോലെ തന്നെ ഇറങ്ങി വന്ന് ഈ കുടുംബത്തെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ആശീർവദിക്കട്ടെ എന്ന അപേക്ഷയോടുകൂടെ മുട്ടിന്മേൽ നിൽക്കാം. ജീവനുള്ള ദൈവം നമ്മളെ തൊടാൻ പോകുന്ന നിമിഷമാണ്. ദയവ് ചെയ്തിട്ട് ഇന്നത്തെ ഒരു ദിവസത്തിലെങ്കിലും ആ ഒരു ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന കർത്താവിനെ കാണണം. ജീവിക്കുന്ന കർത്താവിനെ. ഒരു അച്ഛനിങ്ങനെ കവിത എഴുതുന്നുണ്ട്. ഒരു ചെറുകാറ്റിൽ പറക്കും ഈ ഗോതമ്പപ്പത്തിൽ വൻ കൊടുങ്കാറ്റുകളെ അടക്കിയോനുണ്ടെന്നറിയുക. ഒരു ചെറുകാറ്റിൽ പറക്കുന്ന ഗോതമ്പപ്പമാണിന്ന്, എന്നാൽ അതിൽ വൻ കൊടുങ്കാറ്റുകളെ അടക്കിയോനുണ്ടെന്നറിയുക. ഈ തിരുവോസ്തിയെ നോക്കുമ്പോൾ നിസ്സഹായനായി ഈ സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിൽ മനുഷ്യനായി പിറന്ന എൻ്റെ കർത്താവിൻ്റെ കുഞ്ഞു രൂപം കാണാൻ പറ്റണം എനിക്ക്. എന്നോടുകൂടെ എൻ്റെ പ്രയാസങ്ങളിൽ ഈ ഭൂമിയിൽ ഇങ്ങനെ പാദം ചവിട്ടി നടന്ന ബലഹീനനായൊരു മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച എൻ്റെ കർത്താവിൻ്റെ സ്നേഹം കാണാൻ പറ്റണം ഈ തിരുവോസ്തിയിൽ. എനിക്ക് വേണ്ടി അടിപ്പിണരുകളാൽ ഇങ്ങനെ ശരീരം മുഴുവൻ മുറിപ്പാടുകളുമായി നിൽക്കുന്ന എൻ്റെ കർത്താവിൻ്റെ എനിക്ക് വേണ്ടിയിട്ടുള്ള പാടുപീടകൾ കാണാൻ പറ്റണം. എനിക്ക് വേണ്ടി നിന്ദനങ്ങളും നിന്ദാപമാനങ്ങളും തുപ്പലുകളും ഏറ്റു നിൽക്കുന്ന എൻ്റെ കർത്താവിൻ്റെ വികൃതമായ മുഖം കാണാൻ പറ്റണം. എനിക്ക് വേണ്ടി ഒറ്റ മുറിവായിട്ട് കുരിശിന്മേൽ തൂങ്ങിയാടി മരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കരുതലുള്ള സ്നേഹം കാണാൻ പറ്റണം ഈ തിരുവോസ്തിയിൽ. എനിക്ക് വേണ്ടി മരണത്തെ പോലും തോൽപ്പിച്ചുയർത്ത് അതീവ സ്നേഹത്തോടുകൂടെ എന്നെ വീണ്ടെടുക്കുന്ന കർത്താവിൻ്റെ വലിയ മഹത്വം കാണാൻ പറ്റണം ഈ തിരുവോസ്തിയിൽ. ആ കർത്താവിനെ ജീവനോടുകൂടെ കണ്ടുകൊണ്ട് നമുക്ക് അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരൊറ്റ തീരുമാനം നമ്മുടെ കുടുംബത്തെ, കുടുംബ ബന്ധങ്ങളെ മാറ്റും. നാളെ ദിവ്യകാരുണ്യ തിരുനാളാണ്. ഏതൊരു കുർബാനയ്ക്കാണെങ്കിലും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പരിശുദ്ധ കുർബാനയ്ക്ക് പോയി ബലിയർപ്പിക്കുമെന്നൊരു തീരുമാനം എടുത്തിട്ട് ഉറങ്ങാൻ പോകും. ഉറപ്പിച്ചോ. അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടി നാളത്തെ പരിശുദ്ധ കുർബാനയിൽ പോയി ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ദേവാലയം കണക്കൊരു വിശുദ്ധി നിങ്ങളുടെ കുടുംബത്തിനുണ്ടായിട്ടുണ്ടാവും. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടാവും. ആ ഒരു തീരുമാനത്തോടുകൂടെ നമുക്കുറങ്ങാനായി പോവാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.